ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മൂന്നാമത്തെ ഖായിദ, അസ്മാഉല്ലാഹി തആല ഇൻ ദല്ലത്ത് അലാ വസ്ഫിൻ മുതഅദ്ദിൻ തളമ്മനത് സലാസത ഉമൂർ. അള്ളാഹുവിൻ്റെ അസ്മാകളിൽ ഉൾക്കൊള്ളുന്ന സിഫത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മുതഅദ്ദി ഉണ്ട്, ഒന്ന് ഗൈറു മുതഅദ്ദി ഉണ്ട്. അതായത് ആ വിശേഷണം അള്ളാഹുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്ന രൂപത്തിലുള്ളത്. മുതഅദ്ദി നമ്മൾ അറബി ഭാഷയിൽ ഫേല് പഠിക്കുമ്പോൾ ലാസിമ മുതഅദ്ദി എന്നിങ്ങനെ പറയുന്നത് പോലെ സിഫത്ത് ഒന്ന് അള്ളാഹുവിൽ ദാത്തിയായ സിഫത്തുകളിൽ നിൽക്കുന്നതാണ് ഹയാത്ത് എന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്ന് വിട്ടുകിടക്കുന്ന, അതിൻ്റെ അസറുകൾ മറ്റുള്ളതിലേക്ക് വിട്ടുകിടക്കുന്ന സിഫത്തുകളുണ്ട്. അതാണ് മുതഅദ്ദി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുതഅദ്ദിയായ ഒരു സിഫത്താണെങ്കിൽ ഇൽമ് ഒക്കെ എന്താണ്, അള്ളാഹുവിൻ്റെ ദാത്തിയാണ് എന്നതോടൊപ്പം തന്നെ മുതഅദ്ദിയായ ഒരു വസ്ഫുണ്ട്. അള്ളാഹു മറ്റുള്ള വാക്കുകൾ കേൾക്കുന്നു, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് അറിയുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ മുതഅദ്ദിയായ, അങ്ങനെ വേറൊന്നിലേക്ക് വിട്ടുകിടക്കുന്ന വിശേഷണങ്ങളുള്ള, ഗുണങ്ങളുള്ള അസ്മാകളാണ് എങ്കിൽ അത് മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. ഒന്ന്, സുബൂത്തു ദാലിക്കൽ ഇസ്മി ലില്ലാഹി അസ്സ വജൽ, അള്ളാഹ്ക്ക് ആ ഇസ്മുണ്ട് എന്നുള്ള സ്ഥിരീകരണം. അള്ളാഹുവിന് അലീം എന്ന ഒരു ഇസ്മു വന്നാൽ ഇൽമു എന്ന സിഫത്ത് ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, ആ ഇസ്മു അറിയിക്കുന്നു. അള്ളാഹു ബസീറാണ്, അള്ളാഹു ഖാലിഖാണ് എന്നൊക്കെ പറയുമ്പോൾ ഖാലിഖ് എന്ന ഇസ്മു അള്ളാഹ്ക്കുണ്ട് എന്നതാണ് ഒന്നാമത്തേത്. വസ്സാനി സുബൂത്തു സിഫത്തില്ലത്തി തളമ്മനഹ ലില്ലാഹി അസ്സ വജല്ല, ഇസ്മു ഉൾക്കൊള്ളുന്നതായ സിഫത്തുമുണ്ട് അള്ളാഹുവിന്. ഖാലിഖ് എന്ന് പറയുമ്പോൾ ഖാലിഖ് എന്നുള്ള ഇസ്മുണ്ട്, ഖൽഖ് എന്ന സിഫത്തും അള്ളാഹുവിനുണ്ട്. സമീഅ എന്ന് പറയുമ്പോൾ സമീഅ എന്ന ഇസ്മ അല്ലാഹുണ്ട്, സമഅ എന്ന സിഫത്തുമുണ്ട്. മൂന്നാമതായി ഒരു കാര്യം കൂടി, അസ്സാലിസു സുബൂത്തു ഹുക്മിഹ വ മുഖ്തലാഹ, യാനി അസറഹ, അതിൻ്റെ ഒരു അസർ കൂടി, അത് തേടുന്ന അതിൻ്റെ ഒരു തേട്ടവും കൂടി ഉണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്രഷ്ടാവാണ്, അല്ലെങ്കിൽ കാരുണ്യവാനാണ്. അപ്പോൾ അതിൻ്റെ അസർ എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരു മുതഅദ്ദിയായ സൃഷ്ടികളിലേക്ക് അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്ന ആ ഒരു സിഫത്തിൻ്റെ അസർ, അതിൻ്റെ മുഖ്തല, അതുകൂടി അവിടെ സ്ഥിരപ്പെടുന്നു. വലിഹാദ ഇസ്തദല്ല അഹ്ലുൽ ഇൽമി അലാ സുഖൂത്തിൽ ഹദ്ദി അൻ ഖുത്താഇ ത്വരീഖി ബിത്തൗബ, വഴി കൊള്ളക്കാർ അവരുടെ ശിക്ഷ പറഞ്ഞപ്പോൾ അവരുടെ ഹദ്ദിനെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പറഞ്ഞതാണ്. എന്ത്? ഇല്ല അൻ തുഖത്തഉ, അവരെ സംബന്ധിച്ച് അവരെ പിടിച്ച് കയ്യും കാലും വെട്ടണം എന്നൊക്കെ ഉള്ള ശക്തമായ ഒരു ഹദ്ദാണ് അതിൽ പറഞ്ഞത്. പക്ഷേ സുഖൂത്തുൽ ഹദ്ദ് അൻ ഖുത്താഇ ത്വരീഖ് ബിത്തൗബ, അവരെ പിടികൂടുന്നതിന് മുമ്പ് അവർ പശ്ചാത്തപിച്ച് വന്നാൽ, കൊള്ളക്കാർ പശ്ചാത്തപിച്ച് വന്നാൽ അവരുടെ ഹദ്ദ് എന്ത് ചെയ്യും? അവരിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നതിന് പണ്ഡിതന്മാർ തെളിവാക്കിയ വജ്ഹുൽ ഇസ്തിദ്ലാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്തദല്ലു അലാ ദാലിക ബിഖൗലിഹി തആല, സൂറത്തുൽ മാഇദയിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ, ഇല്ലല്ലദീന താബൂ മിൻ ഖബ്ലി അൻ തഖ്ദിറു അലൈഹിം ഫഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, തൗബ ചെയ്തവരൊഴികെ. എന്നിട്ട് അതിൻ്റെ അവസാനം അള്ളാഹ് പറഞ്ഞത് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ. പിന്നെ പറഞ്ഞത് അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ ഈ രണ്ട് നാമങ്ങളുടെയും മുഖ്തല, അതിൻ്റെ താല്പര്യം എന്താണ്? മഗ്ഫിറത്തും മർഹമത്തുമാണ്, അല്ലേ? അള്ളാഹു പാപം പുറത്ത് റഹ്മത്ത് ചെയ്യും എന്ന് പറയുമ്പോൾ അവരെ ആ ഹദ്ദിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് അതിൻ്റെ തേട്ടം. ലിഅന്ന മുഖ്തല ഹാദൈനിൽ ഇസ്മൈനി അൻ യകൂന അല്ലാഹു തആല ഖദ് ഗഫറ ലഹും ദുനൂബഹും വറഹിമഹും ബിഇസ്ഖാത്തിൽ ഹദ്ദി അൻഹു. അതെന്താണ്? അവരിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കി
അവരോട് റഹ്മത്തും അവരുടെ പാപം പുറത്ത് അവരോട് മഗ്ഫിറത്തും ചെയ്തിട്ടുണ്ട് എന്നത് ഈ ഇസ്മിൻ്റെയും ഈ സിഫത്തിൻ്റെയും ഒരു മുക്തളയാണ്, തേട്ടമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അസറാണ്, ഒരു പ്രതിഫലനമാണ്. മിസാലു ദാലിക്, അതിൻ്റെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ അസ്സമീഅ. സമീഅ എന്നുള്ള ഇസ്മ അള്ളാഹുവിനുണ്ട് എന്ന് പറയുമ്പോൾ ആ ഇസ്മ അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതോടൊപ്പം യതളമ്മനു ഇസ്ബാത്ത സമീഇ ഇസ്മൻ ലില്ലാഹി തആല വ ഇസ്ബാത്ത സമഇ സിഫതൻ ലഹു വ ഇസ്ബാത്ത ഹുക്മി ദാലിക വ മുഖ്തലാഹു. അതായത് സമീഅ എന്ന പേര് അള്ളാഹുവിനുണ്ട്, സമഅ എന്ന ഗുണം അള്ളാഹു കേൾക്കുന്നവനാണ് എന്നുള്ള വിശേഷണം അള്ളാഹുവിനുണ്ട്. അതിൻ്റെ മുഖ്തള എന്താണെന്ന് ചോദിച്ചാൽ വഹുവ അന്നഹു യസ്മഉ സിർറ വൻ നജ്വ, അള്ളാഹു രഹസ്യവും പരസ്യവുമൊക്കെ കേൾക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണം എന്നതൊക്കെയാണ് അതിൻ്റെ താല്പര്യം. കമാ ഖാല തആല വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അതിൻ്റെ തേട്ടമാണെന്ത്? അള്ളാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ സംഭാഷണങ്ങൾ അള്ളാഹു കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് സൂറത്തുൽ മുജാദലയിൽ പറഞ്ഞത്. ഇതേപോലെ അള്ളാഹുവിൻ്റെ ഏതൊരു ഇസ്മും ഇങ്ങനെ മുത്തഅദ്ദിയായ സിഫത്ത് ഉൾക്കൊള്ളുന്നതാണെങ്കിൽ ആ ഇസ്മ 3 കാര്യങ്ങൾ അറിയിക്കുന്നു എന്നാണ്. ഒന്ന്, ആ ഇസ്മ അള്ളാഹുവിനുണ്ടെന്ന്. 2, ആ ഇസ്മ ഉൾക്കൊള്ളുന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന്. 3, ആ ഇസ്മിൻ്റെ താല്പര്യമാണ്, അതിൻ്റെ മുക്തളയാണ് എന്നുള്ള സംഗതി അതും സ്ഥിരീകരിക്കണം. അള്ളാഹു റഹ്മാനാണെന്ന് പറയുമ്പോൾ ആ ഇസ്മ അള്ളാഹ്ക്കുണ്ട്, റഹ്മത്ത് എന്ന സിഫത്തുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പ്രതിഫലനമാണ്, അതിൻ്റെ ആധാറുകളാണെന്ത്? അവൻ സൃഷ്ടികളോട് കരുണ കാണിക്കുന്നത്, അതേപോലെ തന്നെ മഴ പെയ്യിക്കുന്നത്, അവൻ്റെ നിഅമത്തുകൾ കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയെല്ലാം. അള്ളാഹു ഗഫൂറാണെന്ന് പറയുമ്പോൾ ഇസ്മ സ്ഥിരീകരിക്കുന്നു. മഗ്ഫിറത്ത് എന്ന ഗുണം അള്ളാഹുവിനുണ്ട്, പാപങ്ങൾ പൊറുക്കാന്നുള്ളത്. അതിൻ്റെ തേട്ടമാണെന്ത്? പൊറുക്കലിനെ തേടുന്നവർക്ക് അള്ളാഹു മാപ്പാക്കുമെന്നത്. ഇങ്ങനെ ഓരോന്നും. അപ്പോൾ ആ ഒരു കാര്യമാണ് 3ാമത്തെ ഖാഇദയായി പറഞ്ഞത്. ഇനി മുത്തഅദ്ദിയായ ഇസ്മല്ല, അല്ലെങ്കിൽ മുത്തഅദ്ദിയായ സിഫത്തല്ല ആ ഇസ്മിൽ ഉൾക്കൊള്ളുന്നത്, മറിച്ച് ഗൈറു മുത്തഅദ്ദി ലാസിമായതാണ്. വ ഇൻ ദല്ലത അലാ വസ്ഫിൻ ഗൈരി മുത്തഅദ്ദിൻ തളമ്മനത അംറൈൻ. അപ്പോൾ എന്തുള്ളൂ? 2 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. 3ാമത്തെ കാര്യം അതിലില്ല. ഒന്ന്, സുബൂത്തു ദാലിക്കൽ ഇസ്മി ലില്ലാഹി അസ്സ വജൽ, അള്ളാഹ്ക്ക് ആ നാമമുണ്ട്, പേരുണ്ട് എന്നത് ആ പേര് വന്നതോടുകൂടി സ്ഥിരീകരിച്ചു. 2ാമത്തേത് സുബൂത്തു സിഫത്തില്ലത്തി തളമ്മനഹ ലില്ലാഹി അസ്സ വജൽ, മുത്തഅദ്ദി അല്ലാത്ത ഇസ്മാണെങ്കിലും ആ ഇസ്മ ഉൾക്കൊള്ളുന്ന ഒരു സിഫത്തുണ്ടല്ലോ, ആ സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്നതും സ്ഥിരപ്പെട്ടു. ഉദാഹരണം പറഞ്ഞാൽ മിസാലു ദാലിക അൽ ഹയ്യു, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ യതളമ്മനു ഇസ്ബാത്തൽ ഹയാത്തി ഇസ്മൻ ലില്ലാഹി അസ്സ വജൽ. അള്ളാഹു ഇസ്ബാത്തുൽ ഹയ്യി ഇസ്മൻ ലില്ലാ, ഹയ്യ് എന്ന പേര് അള്ളാഹുവിനുണ്ട്. വ ഇസ്ബാത്തുൽ ഹയാത്തി സിഫത്തൻ, അള്ളാഹ്ക്ക് ഹയാത്ത് എന്ന സിഫത്തുമുണ്ട്. ജീവിച്ചിരിക്കുന്നവൻ അർത്ഥത്തിൽ ഹയ്യ് എന്ന പേര് അള്ളാഹ്ക്കുണ്ട്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന ഗുണം അള്ളാഹുവിൻ്റെ ഒരു സിഫത്തായും സ്ഥിരപ്പെടുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ ഖാഇദയിലുള്ളത്. ഇനി 4ാമത്തെ ഖാഇദയാണ്. ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ലാ അൽ ഖാഇദത്തു റാബിഅ ദലാലത്തു അസ്മാഇല്ലാഹി തആല അലാ ദാതിഹി വസിഫാതിഹി തകൂനു ബിൽ മുതാബഖതി വബിൽ തളമ്മുനി വബിൽ ഇൽതിസാം. അള്ളാഹുവിൻ്റെ അസ്മാഉകൾ അള്ളാഹുവിൻ്റെ ദാത്തിനെയും സിഫാത്തിനെയും അറിയിക്കുന്ന ആശയങ്ങൾ അത് മുതാബഖയിലൂടെയും തളമ്മുനിലൂടെയും ഇൽത്തിസാമിലൂടെയും ഉണ്ടാകുന്നതാണ്. അത് കുറച്ച് ഉസൂലി ചർച്ചകളാണ്. അതേപോലെ തന്നെ മന്തിക്കുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് സാധാരണ പറയാറുള്ളത് ദലാലത്തുകൾ
രണ്ട് തരമാണ്. ലഫ്ലിയായ ദലാലത്തുണ്ട്, ലഫ്ലി അല്ലാത്ത ഗൈറു ലഫ്ലിയായ ദലാലത്തുകളുണ്ട്. ലഫ്ലി എന്ന് പറഞ്ഞാൽ ശബ്ദമായി പുറത്തു വരുന്നത്, മറ്റത് ശബ്ദങ്ങളല്ലാത്തത്. അപ്പോൾ അങ്ങനെ അതിനെ മൂന്നായിട്ട് പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. വളഇയ്യ, അഖലിയ്യ, തബീഇയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. വളഇയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു പ്രയോഗം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വളഇയ്യ എന്നതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലഫ്ലുൽ മുസ്തഅമൽ മതാ ഉത്ലിഖ ഫഹിമ മിൻഹു മഅനാഹു. സാധാരണ പ്രയോഗിക്കപ്പെടുന്ന ഒരു പദം പറയുമ്പോൾ പറയുന്നയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നതും ശ്രോതാവ് ഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ, അതാണ് ലഫ്ലിയയിൽ വളഇയ്യ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്നാരും ഗ്രഹിക്കൂലല്ലോ, ചക്ക എന്ന് തന്നെയല്ലേ. അതാണ് എന്ത്? ദലാല ലഫ്ലിയ എന്ന് പറയുമ്പോൾ അതിലെ വളഇയ്യ എന്നതിൻ്റെ ഉദ്ദേശം. എന്നാൽ അഖലിയ എന്ന് പറയുമ്പോഴോ അത് സ്വാഭാവികമായും പദത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതല്ല, ബുദ്ധിപരമായി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്. അല്ലഫ്ലുൽ മസ്മൂഅ മിൻ വറാഇൽ ജുദ്റാൻ. ഒരു മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മളൊരു ശബ്ദം കേൾക്കുന്നു എങ്കിൽ എന്ത് ചെയ്യും? നമ്മളതിൽ നിന്ന് മനസ്സിലാക്കും സംസാരിക്കുന്ന ഒരാൾ അപ്പുറത്തുണ്ട് എന്ന്. അതാണ് ലഫ്ലിയായ ശബ്ദമായി പുറത്തു വന്നതിൽ നിന്ന് ബുദ്ധിപരമായി നമ്മൾ ഗ്രഹിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ തബീഇയ്യ, സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്ന വേറെ ചില സംഗതിയുണ്ട്. അതായത് ദലാലത്തു സ്വറാഖ്, ഒരാളുടെ ആർത്തനാദം, ഒരു അട്ടഹാസം, അയൽവക്കത്തു നിന്നും ഭയങ്കര ഒച്ച കേൾക്കാണ്. അലാ മുസീബത്തിൻ നസലത്ത് ബിസ്വാരിഖ്, അയാൾക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് തബീഇയ്യായ സംഗതിയാണ്. ഇനി ഈ വളഇയ്യ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത്, വളഇയ്യയിൽ നിന്ന് നമുക്ക് ഒരു പദം പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ദലാലത്തുകൾ 3 തരത്തിലുണ്ട്. ഒന്ന് മുതാബഖ, ഒന്ന് തളമ്മുൻ, മറ്റൊന്ന് ഇൽത്തിസാം. മുതാബഖ എന്ന് പറയുമ്പോൾ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ സംഗതികളും പൂർണ്ണമായി ഉൾപ്പെട്ടുകൊണ്ട്. ഇപ്പം സയ്യാറ, കാർ എന്ന് പറയുമ്പോൾ കാറിൻ്റെ എല്ലാം, അതിൻ്റെ ടയറും അതിൻ്റെ എൻജിനും അതിൻ്റെ ബോഡിയും അതിൻ്റെ എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന സംഗതിയാണ്, പൂർണ്ണാർത്ഥത്തിലുള്ളതാണ് എന്ത്? മുതാബഖ. ഒരു പദം പറയുമ്പോൾ ആ പദത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാ സംഗതികളും, ഫഹിയ അൻ യദുല്ല ലഫ്ളു അലാ ജമീഇ അജ്സാഇ മഅനാഹു വ അഫ്റാദിഹി. അതാണെന്ത്? ദലാല അൽ മുതാബഖ എന്ന് പറയുന്നത്. പരിപൂർണമായി ആ പദത്തോട് യോജിക്കുന്ന എല്ലാ സംഗതികളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളത്. തളമ്മുൻ എന്ന് പറയുമ്പോഴോ അത് പൂർണ്ണമായിട്ടല്ല, ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ നിന്ന് ഭാഗികമായത് മാത്രം ഉദ്ദേശിച്ചു കൊണ്ട് പറയുമ്പോഴാണ്. ഇപ്പോൾ കാറ് എന്ന് പറയുമ്പോൾ മൊത്തം ഉദ്ദേശിച്ചുകൊണ്ട് പറയാലോ, പക്ഷെ അതിൻ്റെ ബോഡിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കാറ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദലാലത്തു തളമ്മുനാണ്. ഇനി ഇൽത്തിസാം എന്നതാണ് മൂന്നാമത്തേത്, പദത്തിന് പുറത്തുള്ള കാര്യം. പദം പറഞ്ഞതിൽ നിന്ന് പുറത്തുള്ള ഒരു കാര്യത്തെ അറിയിക്കുന്നതിനാണ് എന്ത്? ഇൽത്തിസാം, അതിൻ്റെ അനുബന്ധം, അതിൻ്റെ താല്പര്യം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തീയുണ്ടെങ്കിൽ അതിൽ നിന്ന് പുക നമ്മൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ പോലെ നേരത്തെ അഖലിയായ മനസ്സിലാക്കലുകൾക്ക് പോലെ ഉള്ളൊരിതാണ് ഇൽത്തിസാം എന്ന് പറയുമ്പോൾ. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. മിസാലു ദാലിക് അൽ ഖാലിഖ്, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഖാലിഖ് എന്നത്. അത് അള്ളാഹുവിൻ്റെ ദാത്തിനെ അറിയിക്കുന്നുണ്ട്, സിഫാത്തിനെ അറിയിക്കുന്നുണ്ട്. യദുല്ലു അലാ ദാത്തില്ലാഹി തആല വ അലാ സിഫത്തിൽ ഖൽഖി ബിൽ മുതാബഖ. അള്ളാഹുവിൻ്റെ ദാത്തിനെയും സിഫത്തിനെയും രണ്ടിനെയും കൂടി ഉൾക്കൊള്ളുമ്പോൾ അതെന്താണ്? ദലാല ബിൽ മുതാബഖയാണ്. ഖാലിഖ് എന്ന പദത്തിൻ്റെ പൂർണ്ണമായ അതിൻ്റെ ജമീഉൽ അഫ്രാദ് എന്ന തലത്തിൽ അള്ളാഹുവിൻ്റെ ദാത്തിനെയും സിഫത്തിനെയും അത് അറിയിക്കുന്നു, ഉൾക്കൊള്ളുന്നു. ഇനി വയദുല്ലു അല ദാത്തി വഹ്ദഹ, പടച്ചവനെ മാത്രം, അള്ളാഹിനെ മാത്രം ഉദ്ദേശിച്ചു, അള്ളാഹിൻ്റെ ദാത്ത് മാത്രം ഉദ്ദേശിച്ചു, അവിടെ സിഫത്ത് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അത് എന്താണ്?
ദലാലത്തു തളമ്മുനാണ്. അഥവാ ഖാലിഖ് എന്ന പദത്തിൻ്റെ രണ്ട് ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം നമ്മൾ തെളിവ് പിടിച്ചാൽ അത് ദലാലത്തു തളമ്മുനാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുമ്പോൾ ഖാലിഖ് എന്ന ഇസ്മുണ്ട് അള്ളാഹ്ക്ക്. അള്ളാഹുവിൻ്റെ ദാത്തിനെ അറിയിക്കുന്ന ഒരു ഇസ്മ്. ഖൽഖ് എന്ന സിഫത്തുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ ദാത്തിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഖാലിഖ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിഫത്തിനെ ഖൽഖ് എന്ന സിഫത്തിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ അതെന്താണ്? ദലാലത്തു തളമ്മുൻ എന്നാണ് പറയാം. വയദുല്ലു അല ദാത്തി വഹ്ദഹ വ അല സിഫത്തിൽ ഖൽഖി വഹ്ദഹ ബിത്തളമ്മുൻ. മൂന്നാമത്തേത് വയദുല്ലു അല സിഫത്തൈ അൽ ഇൽമി വൽ ഖുദ്റതി. അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അള്ളാഹ്ക്ക് എന്ത് വേണം? അതിൻ്റെ താല്പര്യമാണ്, തേട്ടമാണ്. അള്ളാഹു ഖാദിറാണ് എന്നുള്ളത്, ഖുദ്റത്ത് വേണം, കഴിവ് വേണം, ശേഷിയുള്ളവനാണ്. അതേപോലെ അലീമാണ്, അള്ളാഹ്ക്ക് ഇൽമുണ്ട്. കാരണം ഓരോ സൃഷ്ടിപ്പിൻ്റെയും നിഗൂഢതകളും അത്ഭുതങ്ങളും നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന, ചിന്തിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം ഇൽമില്ലാത്ത, ഖുദ്റത്തില്ലാത്ത ഒരുവന് എന്ത് ചെയ്യില്ല? ഈ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പോൾ സൃഷ്ടാവ് എന്ന ആ സിഫത്തിൻ്റെ, ആ ഇസ്മിൻ്റെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ എന്ന ആ ഗുണത്തിൻ്റെയും തേട്ടമാണ്, താല്പര്യമാണ്. അള്ളാഹു സർവശക്തനാണ്. അള്ളാഹു കാര്യങ്ങൾ വിശദമായി അറിയുന്നവനാണ്. അതേപോലെ മുസവ്വിർ, ഏറ്റവും നല്ല രൂപത്തിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നതൊക്കെ. വലിഹാദ ലമ്മാ ദക്കറല്ലാഹു ഖൽഖസ് സമാവാതി വൽ അർദ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? അതിൻ്റെ അവസാനത്തിൽ ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കാൻ കഴിവുള്ള അള്ളാഹു, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. എല്ലാറ്റിനെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഇൽമ് അവൻ്റെ പക്കലുണ്ട്. അവൻ സമ്പൂർണമായി അറിയുന്നവനാണ് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ന് സൂറത്ത് ത്വലാഖിൽ അള്ളാഹു പറഞ്ഞ ആ ഭാഗം ഇതിലേക്ക് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ ദലാല അൽ മുത്താബഖ, ദലാല അത്തളമ്മുൻ, ദലാല അൽ ഇൽത്തിസാം, അത് മൂന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ദലാലത്തുൽ ഇൽത്തിസാം, അത് ഒന്നുകൂടി വിശദമായിട്ട് ഷെയ്ഖ് ഉസൈമീൻ പറയുന്നുണ്ട്. അത് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ദലാല അഖലിയ നമ്മൾ പറഞ്ഞല്ലോ, അതായത് വരികൾക്കിടയിലൂടെ വായിക്കുക, പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഇൽത്തിസാമിൻ്റെ ഉദ്ദേശം. ഒരു സ്ഥലത്ത് പുകയുണ്ട് എന്ന് കണ്ടാൽ പരിമിതമായ അറിവും ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യും? പുകയുണ്ടെന്ന് മനസ്സിലാക്കും. അതിനേക്കാൾ അപ്പുറത്ത് ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അവിടെ തീയുണ്ട് എന്ന് മനസ്സിലാക്കും. അതിലും അപ്പുറം ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ആളുകൾ ആരോ അവിടെ വന്ന് എന്തോ അപകടം സൃഷ്ടിക്കാൻ തീയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട പലതും മനസ്സിലാക്കും. വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വരാന്തയിൽ നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഒരു അപരിചിതമായ ചെരുപ്പ് കണ്ടാൽ എന്ത് ചെയ്യും? അതിൻ്റെ ലാഹിറായ പ്രാഥമികമായ മനസ്സിലാക്കൽ ചെരുപ്പുണ്ടെന്നാണ്. അതിനേക്കാൾ അപ്പുറത്ത് മനസ്സിലാക്കൽ ആരോ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. അതിലും അപ്പുറത്തുള്ളത് എന്തോ ഉദ്ദേശത്തോടു കൂടി ഇവിടെ മോഷണം നടത്താനോ അല്ലെങ്കിൽ വേറെ എന്തോ ലക്ഷ്യം വെച്ചിട്ട് നമ്മളോട് നേരിട്ട് സമീപിക്കാതെ ആരോ രഹസ്യമായി ഇവിടെ വന്നിട്ടുണ്ട്. കക്കാൻ വന്നതോ, മോഷണം നടത്താൻ വന്നതോ, അല്ലെങ്കിൽ മദ്യപിച്ച് വന്നതോ എന്തോ, അതിനപ്പുറത്തേക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതാണ് ഇൽത്തിസാം. അത് കേവലം ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം പരിമിതമല്ല, മതപരമായ വിഷയത്തിലും അതേപോലെ ഭൗതികമായ വിഷയത്തിലൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് ദലാലത്തുൽ ഇൽത്തിസാം. കാര്യങ്ങളെ അതിനെയും അപ്പുറത്ത്, ആ പറഞ്ഞ പദങ്ങൾക്കപ്പുറത്ത്, ആ സംസാരിച്ച കാര്യങ്ങൾക്കപ്പുറത്ത് നമുക്ക് ദീർഘവീക്ഷണത്തോടു കൂടി മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംഗതിയാണ് ദലാലത്തുൽ ഇൽത്തിസാം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം പറയുമ്പോൾ ഒന്നുകൂടി വിശദീകരിക്കാം.
അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.